നെഹ്റുവിനെയൊക്കെ ഒരുപാട് കളിയാക്കിക്കൊണ്ട് ഈ കാർട്ടൂണുകൾ വരച്ച അന്നത്തെ കാർട്ടൂണിസ്റ്റുകളെയൊക്കെ വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഭരണ സംവിധാനമായിരുന്നു ഇന്ത്യ കണ്ടതെങ്കിൽ ഇന്ന് അങ്ങനെ സർക്കാരിനെ വിമർശിക്കുന്ന ഒരു സംവിധാനവും വേണ്ടതില്ല എന്ന നിലപാടിലേക്ക് ഭരണ സംവിധാനങ്ങൾ പോവുകയാണ്. അതിന് പണം ഉപയോഗിച്ചാണെങ്കിൽ പണം ഉപയോഗിച്ചില്ലാതാക്കുക, അതിനെ കായികമായിട്ടാണെങ്കിൽ കായികമായിട്ട് ഇല്ലാതാക്കുക, നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടാണെങ്കിൽ ആ രീതിയിൽ ഇല്ലാതാക്കുക. അങ്ങനെ ജനാധിപത്യത്തിന്റെ നാലാം തൂണെന്ന് നമ്മൾ പറയുമ്പോഴും ഈ നാലാം തൂണ് ഇപ്പോൾ ജനാധിപത്യത്തിന്റെ വെളിച്ചം കയറാത്ത ഒരു മൂലയിലേക്ക് അടിച്ചൊതുക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. 2020 ഡൽഹി കലാപം, ഈ 2020 ഡൽഹി കലാപം ഏഷ്യാനെറ്റിന് വേണ്ടി റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകനാണ് ഞാൻ. ഏഷ്യാനെറ്റ് 48 മണിക്കൂർ അന്ന് കേന്ദ്ര സർക്കാർ ബാൻ ചെയ്തു. അന്ന് എന്റെ കൺമുന്നിൽ കണ്ട കാര്യങ്ങൾ ഞാൻ വിളിച്ചു പറഞ്ഞതിനാണ് ഏഷ്യാനെറ്റ് ന്യൂസ് അന്ന് 48 മണിക്കൂർ കേന്ദ്ര സർക്കാർ ബാൻ ചെയ്തത്. പക്ഷേ നോക്കൂ, ഇതുപോലുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിച്ചാൽ അതൊക്കെ നമ്മൾ ഇനിയും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ കേന്ദ്ര സർക്കാർ ഇതുപോലെ പ്രതികാര നടപടികൾ സ്വീകരിച്ചാലും സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം ഈ രാജ്യത്ത് അവസാനിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഇതൊരു മാധ്യമ വേട്ടയാകാം, അതൊക്കെ ഒരു താൽക്കാലികമായ വേട്ട തന്നെയായിരിക്കും. പക്ഷേ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം വളരെ ശക്തമായി തന്നെ തുടരും. ഈ കാലവും കടന്നുപോകും എന്നതാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് ഇതൊരു മാധ്യമ വേട്ട തന്നെയാണ്. പക്ഷേ അത് അധികകാലമൊന്നും തുടരാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.